എന്തൊരു പരിപാടി മക്കളെ. അങ്ങനെ നമ്മളേ കുറച്ച് നാളിപ്പോൾ വീട്ടിലടന്നു അന്ന് ബോഡിയൊക്കെ കുറച്ച് സീനായപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോകുന്ന നിൽക്കണേ. അങ്ങനെ രണ്ടരാഴ്ച ഒരു 20 ദിവസം നിന്നിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് പോകാൻ വിചാരിച്ചു. വീണ്ടും റൈഡ് തുടങ്ങട്ടെ, കുറച്ച് ആളായില്ലേ ഇറങ്ങിയിട്ട്. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ 5:45 കണ്ടൊരു ട്രെയിൻ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് ഡൽഹിക്ക്. അപ്പോൾ അതിന് പോകാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ ട്രെയിൻ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ 1:30 എത്തും. എന്നിട്ട് 1:30 എത്തിയിട്ട് 3 മണിക്ക് അവിടുന്ന് ജമ്മുവിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടില്ല, കിട്ടുമെന്ന് നോക്കാമെന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ യാത്ര പരിപാടികളൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണ് ഇനി. അങ്ങനെ ബോഡിയൊക്കെ സെറ്റായി ഒരു 5-8 കിലോനൊക്കെ കൂടിയുണ്ട്. ഞാൻ അതൊക്കെ കുറയ്ക്കണം പോയിട്ട്. കുറയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കുറഞ്ഞോളൂ. വേറെ പരിപാടിയൊന്നുമില്ല, വേറെ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ ബാക്കി പരിപാടികൾ ഇനി യാത്രയിൽ കാണാം കേട്ടോ. അങ്ങനെ അപ്പം ശരി മക്കളെ, പരിപാടി നടക്കട്ടെ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. അങ്ങനെ കൊടുക്കാൻ ഞാൻ വീണ്ടും ഡൽഹിയിൽ നമ്മുടെ ടൈറ്റസ് സൈഡിൻ്റെ റൂമിലെത്തി. അങ്ങനെ ടൈറ്റസ് സൈഡിൻ്റെ റൂമിലാണ് ഇന്നലെ നിന്നത്. അങ്ങനെ നിന്നിട്ട് ഇന്നിപ്പോൾ ഒരു 8 മണിക്കൊക്കെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ ട്രെയിൻ നേരെ ഞാൻ ഇവിടുന്ന് ജമ്മുവിലേക്ക് പോകണം. അത് കാലത്ത് എത്ര 6:30 എത്തുക. അങ്ങനെ ഇവിടുന്ന് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടുന്ന് മെട്രോ കയറി പോകണമെന്ന് പറഞ്ഞേ. നമുക്കാണെന്ന് വെച്ചാൽ കൊച്ചി മെട്രോ കയറിയിട്ടുള്ള പരിചയമുള്ളൂ, ഈ മെട്രോ കയറിയിട്ട് വലിയ പരിചയമില്ല. അപ്പോൾ അടുത്ത പനി എന്താണെന്ന് കണ്ടറിയേണ്ടി വരും. അങ്ങനെ അപ്പോൾ 8 മണിക്ക് എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടേ. നേരത്തെ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ നേരം വൈകിയാലും ചിലപ്പോൾ എത്താൻ പറ്റും, നോക്കാമല്ലോ. അങ്ങനെ പരിപാടി. ടൈറ്റസ് സൈഡിൽ പിള്ളേരൊക്കെ പുറത്തേക്ക് കൊടുക്കുക, ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുക. പൊരുത്തോടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവർ വന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അവരോട് യാത്ര കൊണ്ടിറങ്ങണമെന്ന്. അങ്ങനെ കണ്ടില്ലേ ആരും മുകളിൽ ചാടാതിരിക്കണേ കണ്ടാണ് എടുത്തേ. അങ്ങനെയാണ് പരിപാടി മക്കളെ. റെഡി ആവട്ടെ, പോകണം. റെഡി ആവണമെന്നില്ല, സ്പ്രേ ഉണ്ടായിരുന്നു, സ്പ്രേ അടിച്ചു. 2 ദിവസത്തെ കൂടി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. സെറ്റാണ് കാര്യങ്ങൾ. ഓക്കെ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മുവിൽ വന്നിട്ട് ഇറങ്ങി. ജമ്മു താവേൽ വന്നിട്ട് വണ്ടിയിലൊന്നും ഇറങ്ങി. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് മറ്റേ ഓട്ടോയിൽ വരുന്ന 3 പേരില്ലേ, അതിലൊരാളെ ട്രെയിനിൽ വെച്ചിട്ട് കിട്ടിയിട്ടാണ്. നാളെ നാട്ടിൽ പോയി നടന്നതാ. അങ്ങനെ ആളെ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ജവാദ് എന്നല്ല പേര് പറഞ്ഞേ. എന്താ പരിപാടി? ഞാൻ ഓട്ടോ യാത്രയായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ നാട്ടിലൊന്ന് പോയി. ഇങ്ങനെ വരും ഓലിവിടെ ശ്രീനഗറിലുണ്ട്. ഞാനെന്തായാലും ലഡാക്കി പോണേ. അപ്പൊ ശ്രീനഗർ ഒരാളും ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാണ്ട് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും മെല്ലെ ഇവിടുന്ന് ബസ് കിട്ടണോടത്തേക്ക് പോയിട്ട് വരാം കേട്ടാ. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ബനിഹാലിലേക്കാണ്. ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മുവിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടുന്ന് എത്ര 20 രൂപ കൊണ്ട് കൊടുത്തിട്ട് ഇതേപോലെ ടെമ്പോ ട്രാവലറല്ല, മറ്റേ വണ്ടിയില്ലേ, അങ്ങനത്തെ വണ്ടിയിൽ 20 രൂപ കൊടുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വയ്ക്കും. അത്ര 7 കിലോമീറ്റർ 5 കിലോമീറ്ററാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് നേരെ ഇതേപോലത്തെ ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചിട്ട് പോകുന്നു. ട്രാവലറിൽ കയറി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ ടെമ്പോ ട്രാവലർ കയറി ഓടിച്ചു തുടങ്ങി. ഫോൺ നോക്കി വിളിക്കാൻ തലയ്ക്ക് ഇറങ്ങി തുടങ്ങി. നേരെ ഒറ്റ ഉറക്കാ ബനിഹാൽ വരെ കിടന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ മറ്റേ റാമ്പായും മണ്ണിടിച്ചിലുണ്ടായില്ല. അവിടെയൊക്കെ തന്നെ എൻ്റെ അടുത്ത് നോക്കി എന്താ അവസ്ഥ. പക്ഷേ അവിടെ നിന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലെ വേണ്ടി. അപ്പോൾ കണ്ടില്ലേ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ്റെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെക്കവിടെ ഉണ്ടാവും വീഡിയോ എടുക്കേണ്ടി പോയിട്ട്. അപ്പോൾ അവനുണ്ട്. അപ്പോൾ ഇനി ശ്രീനഗറിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ സമയത്തിന് 1 മണി 1:30 ആയിട്ട്. അങ്ങനെയാണ് പരിപാടി വെക്കണേ. ഹായ് ചെക്കനെ നാളെ വരുന്നുണ്ട്. എന്താ ചെയ്യുക, ഇവിടെ നൈസ് മഴയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വരുമ്പോൾ എന്താണെന്ന് തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നതിലേക്ക് വയ്യാണ്ടായിട്ട് ആ അവസ്ഥയാണെന്ന്. അപ്പോൾ നോക്കി നല്ല ക്ലൈമറ്റാണ്, അധികം തണവില്ല. കഴിഞ്ഞ ദിവസം ജാക്കറ്റ് ഒന്നും 2 തവണ എടുത്തിട്ട് ഇപ്പോൾ ടീഷർട്ട് മാത്രമല്ല കണ്ടില്ലേ. ഹായ് നിൻ്റെ പല്ലെവിടെ? അപ്പോൾ ശരി കേട്ടോ മക്കളെ, പിന്നെ വരാം. അങ്ങനെ ഇന്ന് നമ്മുടെ ഓട്ടോറിക്ഷക്കാരുടെ ഒപ്പം ഇന്നത്തെ സ്റ്റേ ഇവിടെ ഇവർക്ക് കൊടുത്തുള്ള സ്റ്റേ ആണ്. അതിൽ ഞാനും അധികം പറ്റായിട്ട് കയറി പറ്റിയിട്ടുണ്ട്. ഇവരെ പിടിച്ചു ചെയ്യാന്ന് ഇവർ പറഞ്ഞു എന്നോട് ഇവരൊപ്പം നിൽക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മുടെ ഓട്ടോ ടീമില്ലേ അവരുടെ ഒപ്പം ഉണ്ട് സ്റ്റേ. അങ്ങനെ ഞാൻ ഒന്ന് കണക്ഷൻ കിട്ടണ സെറ്റായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ അടിയിലൊക്കെ ലൈറ്റ് ഓഫ് ആക്കി ഫുള്ള് സെറ്റായി. പിന്നെ ഇവർക്ക് റൂം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടെയാണ് കാണിച്ചു തരാം കേട്ടോ. ഹലോ പോയി ഒരു ഹായ് 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 ഓയ് ഒരു ഹായ് തന്ന പനിക്കാരേ. ഹായ് ഹായ് ഹായ്. അതൊക്കെ ചെറുതായിട്ട് വയ്യ. അപ്പൊ നാളെ കാണാം. ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് അറുമാതിട്ടുണ്ട്. ഇതിനാണ് ആള്. ഇവ സത്യസന്ധനാണ്. ഒരു കൗള് കാണിച്ചു കൊടുത്ത മറ്റേ കൗള് കാണിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പൊ ശരി കേട്ടോ മക്കളെ, നാളെ കാണാം.